അറസ്റ്റ് ചെയ്യാൻ വന്ന ബേപ്പൂരിലെ SHOയോട് ഷഹനാസ് പറഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് ഷഹനാസ് പറഞ്ഞിരിക്കുന്നത്? എനിക്ക് നോമ്പാണ്, അതുകൊണ്ട് നോമ്പ് കഴിയുന്നത് വരെ എന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്നാണ് ഷഹനാസ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യം ഷഹനാസ് ചോദിച്ച ഉടനെ ഷഹനാസിനോട് SHO ഒരു മാസ് അല്ലെങ്കിൽ തഗ് ചോദ്യം തിരിച്ചു ചോദിച്ചു എന്നാണ് പറയാൻ കഴിയുന്നത്. നീ അതിന് ഷഹനാസ് അല്ലാലോ, നീ സജീഷിനെ കെട്ടാൻ വേണ്ടിയിട്ട് പ്രിയ സജീഷായ വ്യക്തിയല്ലേ, പിന്നെ നിനക്കെന്ത് നോമ്പ് എന്നാണ് SHO തിരിച്ചു ചോദിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഭർത്താവിന് വേണ്ടിയിട്ട് പ്രിയ സജീഷായി, മകൾക്ക് വേണ്ടിയിട്ട് പ്രിയ സജീഷായി, അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഷഹനാസാണ്, എനിക്ക് നോമ്പാണ് എന്നാണ് SHOയോട് പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് ഷഹനാസ് ജീവിതത്തിൽ ആകമാനം കൊണ്ട് നടക്കുന്നത്. തട്ടിപ്പും വെട്ടിപ്പും പറ്റിപ്പും അപവാദങ്ങളും പ്രചരിപ്പിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഡ്രൈവിംഗ് ലൈസൻസിൽ പ്രിയ സജീഷ്, ബാങ്ക് അക്കൗണ്ടിൽ പ്രിയ സജീഷ്, പാസ്പോർട്ടിൽ ഷഹനാസ്. പല കാര്യങ്ങൾ നടക്കണമെന്നേ, പല കാര്യങ്ങൾ നടക്കണം. അതിന് രണ്ട് തോണിയിൽ കാല് വെച്ചുള്ള യാത്ര. ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി SHOക്കാണ് ഇന്നലെ കോടതി മെമ്മോ നൽകിയത് കഴിഞ്ഞ ദിവസം. ആ മെമ്മോ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, അറസ്റ്റ് ചെയ്ത് ഹാജരാക്കൂ എന്നാണ് കോടതി പറഞ്ഞത്. അപ്പം അത് പ്രകാരം അറസ്റ്റിന് പോയപ്പോഴാണ് SHOയോട്, ബേപ്പൂർ സ്റ്റേഷനിലെ SHOയോട് ഷഹനാസ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് നോമ്പാണ്, റമദാൻ മാസമാണ്. അതൊക്കെ അറിയാം, ഷഹനാസിന് ഇതൊക്കെ അറിയാം. പിന്നെ എന്താ പറഞ്ഞാൽ, ദുബൈയിൽ പാസ്പോർട്ടിൽ ഷഹനാസ്, കോഴിക്കോട് എത്തിയാൽ പ്രിയ സജീഷ്, കേരളത്തിലെത്തിയാൽ ഡ്രൈവിംഗ് ലൈസൻസിൽ പ്രിയ സജീഷ്, ബാങ്ക് അക്കൗണ്ടിൽ പ്രിയ സജീഷ്. ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഷഹനാസിന് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഷഹനാസ് പ്രിയ സജീഷ് ആയിട്ടും ഈ പറയുന്ന ഷഹനാസ് ആയിട്ടും ജീവിക്കുന്നത് ഷഹനാസിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഷഹനാസിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയെന്ന് മാത്രമല്ല, ഷഹനാസിൻ്റെ ഏർപ്പാട് ഞാൻ ഇന്നലെ നിങ്ങളോട് പച്ചക്ക് പറഞ്ഞു. റമദാൻ മാസമാണ്, നോമ്പാണ്, പറയാൻ പാടില്ല. എന്നാലും കാര്യം കാണാൻ വേണ്ടിയിട്ട് ഷഹനാസ് എന്തെന്നറിയ പണിക്കും റെഡിയാണ്. അത് കണ്ടു കഴിഞ്ഞിട്ട് ഷഹനാസ് അവനെ കോഴിയാക്കും, അവനെ പ്രശ്നക്കാരനാക്കും, അവൻ വലിയ കുഴപ്പക്കാരനാക്കും, അവൻ ഡോക്ടറെ കാണിക്കേണ്ട വ്യക്തിയാകും, അങ്ങനെ ലൈംഗിക വൈകൃതം ഉണ്ടാക്കും അവനിക്ക്. ഇതൊക്കെ ചെയ്യും. മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താ കാര്യം എന്ന്? അതുപോലെയാണ് ഇപ്പം ഈ കേസും അങ്ങനെ തന്നെയാണ്. ഈ സുധീഷ് എന്ന് പറയുന്ന വ്യക്തിയോട് ഷഹനാസ് രാഹുലിനോട് കാണിച്ചതൊക്കെ തന്നെയാണ് കാണിച്ചത്. മാക്സിമം അവനെ പിഴിഞ്ഞ് ഊറ്റിയെടുത്ത് അവനെ കൊണ്ട് നേടാവുന്നതും ആസ്വദിക്കാവുന്നതും എൻജോയ് ചെയ്യാവുന്നതും ആയ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാൻ ഇത്രേ പറയുള്ളൂ, ഇതിനപ്പുറം എനിക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം ചെയ്തു. എന്നിട്ട് അവൻ കുഴപ്പക്കാരനായി, അവൻ ലൈംഗിക വൈകൃതമുള്ളവനായി, അവൻ കോഴിയായി, അവൻ പൂവങ്കോഴിയായി. എന്നാൽ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യമെന്ന് നേരെ പോയിട്ട് അപ്പോൾ കുമിള പറത്തിയതുപോലെ എല്ലാ കാര്യങ്ങളും. ഇപ്പം എന്താണ് അവസ്ഥ? ഇപ്പോൾ അറസ്റ്റ് ഏത് നിമിഷവും, ഇപ്പോൾ അറസ്റ്റിന് ചെന്ന ആളോട് ഈ SHOയോട് ഷഹനാസ് പറഞ്ഞ കാര്യമാണ് എന്ത്, ഇപ്പോൾ വാറണ്ട് എന്ന്, ഈ അറസ്റ്റ് വാറണ്ട് എന്ന് കോടതി പറയുന്ന വാറണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ നമ്മളെ ഈ പോലീസ് വന്ന് മറ്റേ ഹാൻഡ് കഫ്സ് ഒക്കെ ഇട്ട് കൊണ്ടുപോകുന്ന ആ ഒരു സിനിമയിലെ സീനൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. മനസ്സിലായില്ലേ? ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, ഞാൻ ഈ പറയുന്ന ഷാഫി പറമ്പിലിനെതിരെ ഒരു അറസ്റ്റ് വാറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഈ റോഡ് തടയൽ സമരവുമായി ബന്ധപ്പെട്ടിട്ട് സമരം നടത്തിയതിന് ഹൈവേ ഉപരോധിച്ച്, നാഷണൽ ഹൈവേ ഉപരോധിച്ചതിന് ഒരു അറസ്റ്റ് വാറണ്ട്. അപ്പോൾ അതിൽ പിന്നെ അടുത്ത ദിവസം ആ കേസ് കോടതി പരിഗണിക്കുമ്പോൾ കോടതിയിൽ ഹാജരായി, അവിടെ ഫൈൻ അടച്ചു, അത് തീർത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൽ എന്താണ്, ഇത് എന്ത് സംഭവം? ഇതൊരു അപകീർത്തി കേസാണ്, ഒരു ഡിഫേമേഷൻ കേസൊക്കെ എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു കേസ്. ഇതിൽ കോടതിയിൽ ഹാജരായി ഈ കാര്യങ്ങളോട് കോടതി നടപടിക്രമങ്ങളോട് സഹകരിച്ച് പോയി കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അതല്ലാതെ ഇതിപ്പോൾ വലിയ കൊലപാതക കുറ്റമൊന്നുമില്ല. ബട്ട്
ഇത് ഷഹനാസ് ഇതിലെന്താണ്, ഞാൻ കോടതിയിൽ വരൂല, കോടതികളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം ഷഹനാസിന്. അതാണല്ലോ ഇപ്പോൾ ആദ്യം ഒരു വാറണ്ട് വരുന്നു, അത് ബെയിലബിൾ ആയിരുന്നു. അപ്പോൾ എന്നിട്ട് കോടതിയിൽ വന്നില്ല, അത് കഴിഞ്ഞ് അത് കോടതിയിൽ വരാത്തത് കൊണ്ടാണ് പിന്നെ നോൺ ബെയിലബിൾ ആവുന്നത് വാറണ്ട്. അപ്പോൾ ഈ ഞാൻ നിയമത്തിൻ്റെ മുന്നിൽ ഇതെന്താ പ്രശ്നം എന്നറിയാമോ നിങ്ങൾക്ക്? ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഷഹനാസ് പറഞ്ഞ കാര്യങ്ങൾ, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ആധികാരികമാകണം. അതല്ലാത്തത് കൊണ്ടാണ് ഷഹനാസിന് കോടതിയിൽ പോകാൻ പറ്റാത്തത്. ഷഹനാസിന് കോടതിയിൽ പോകാം, കോടതിയിൽ പോയാൽ എന്താ, ഇപ്പോൾ ഈ ഡിഫമേഷൻ കേസിൽ കോടതിയിൽ പോയാൽ എന്താ പ്രശ്നം? കോടതിയിൽ പോയാൽ ഷഹനാസ് പറഞ്ഞ കാര്യങ്ങൾ ഷഹനാസ് തെളിയിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അത് തെളിയിക്കാതെ വരുമ്പോൾ, അത് തെളിയിക്കാതിരിക്കാൻ വേണ്ടി, തെളിയിക്കാൻ കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കോടതിയിൽ പോകാത്തത്. അപ്പോൾ അത് ഷഹനാസിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഷഹനാസ് കോടതിയിൽ പോകൂല. ഷഹനാസ് കോടതിയിൽ പോയില്ലെങ്കിലും ഷഹനാസിനെ കോടതിയിൽ എത്തിക്കാൻ, കോടതിയിൽ വരുത്തിക്കാൻ ബാക്കിയുള്ളവർക്ക് അറിയാന്നുള്ള കാര്യം ഷഹനാസ് മറന്നു പോകരുത്. മനസ്സിലായില്ലേ? ഷഹനാസിൻ്റെ അതൊരു ടാക്റ്റിക്കൽ മൂവാണ്. മനസ്സിലായില്ലേ? പരാതി ഉണ്ടാവില്ല, നിയമ നടപടിക്ക് തയ്യാറാവില്ല, കോടതി പോകൂല, നിയമത്തിന് മുന്നിൽ പോകൂല, ഒന്നും ചെയ്യില്ല. പക്ഷേ സോഷ്യൽ മീഡിയകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഘോരം കുരച്ചുകൊണ്ടേയിരിക്കും, പേപ്പട്ടി കുരക്കും പോലെ. അതൊരു ടാക്റ്റിക്കൽ, അതാണ് ഞാൻ പറഞ്ഞ ഒരു സർജിക്കൽ മൂവ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്കതിനെ ഒരു വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള എന്നൊക്കെ അവർ കരുതുന്നതാണിത്. പക്ഷേ അവരുടെ ബുദ്ധി അത് ഈ നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, ഇവർ ഈ ചിന്തിക്കുന്നതല്ല ബുദ്ധി. മനസ്സിലായില്ലേ? ഇപ്പോൾ കോടതിയിൽ പോയിരുന്നെങ്കിൽ അത് നോൺ ബെയിലബിൾ ആവില്ലായിരുന്നു. അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പോൾ കോടതിയിൽ പോകണം. ഇപ്പം എന്താ പ്രശ്നം ഷഹനാസിന്? കോടതിയിൽ പോയിട്ട് ഈ പറഞ്ഞ അപകീർത്തി കേസിൽ ആ പറയുന്ന വ്യക്തി, ഷഹനാസിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് ഷഹനാസ് തെളിയിക്കണം. തെളിയിച്ചില്ലെങ്കിൽ മറ്റവൻ പറയുന്ന നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് കാര്യങ്ങൾ. അപ്പോൾ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ കോടതിക്ക് എന്ത് വേണം? നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, കോടതിക്ക് മുന്നിൽ മെറ്റീരിയൽ എവിഡൻസുകൾ വേണം. അതുണ്ടെങ്കിലാണ് കോടതിക്കത് ന്യായമാണ് എന്ന് പറയണമെങ്കിൽ കോടതിക്ക് മുന്നിൽ തെളിവുകൾ വേണം. അതില്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാവുന്നത്. അവിടെയാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ഷഹനാസ് എന്ന് ഷഹനാസിന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഷഹനാസ് കോടതിയിലേക്ക്, കൊന്നാലും ഞാൻ കോടതിയിലേക്ക് പോകില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ SHO കുടുങ്ങി, എല്ലാ അർത്ഥത്തിലും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ട അവസ്ഥയാണ് SHOക്ക്. ഇപ്പോൾ SHO ഇന്നലെ ഈ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ഈ ഞാൻ പറഞ്ഞ സംഭവ വികാസങ്ങൾ നടക്കുന്നത്. എന്താണ്? എനിക്ക് നോമ്പാണ്, നോമ്പ് കഴിയുന്നത് വരെ എന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ SHOക്ക് വേറെ വഴിയൊന്നുമില്ല, അടുത്ത ദിവസം കോടതി ഇത് പരിഗണിക്കുമ്പോൾ അവിടെ ഷഹനാസിനെ ഹാജരാക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. പക്ഷേ ഇത് പറഞ്ഞ്, നോമ്പിൻ്റെ പേര് പറഞ്ഞ് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയ ഷഹനാസിനോട് SHO തിരിച്ചൊരു ചോദ്യം. നീ അതിന് SHO തിരിച്ചു ചോദിച്ചത്, നീ അതിന് ഷഹനാസ് അല്ലാലോ, നീ പ്രിയ സജീഷല്ലേ, നീ ഈ സജീഷിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നീ മതം മാറിയവളല്ലേ, പിന്നെ നിനക്കെന്ത് നോമ്പ്? നിനക്കെന്ത് നോമ്പ്? അപ്പോൾ ഷഹനാസ് പറഞ്ഞത് എന്താ? അങ്ങനെയല്ല, എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ ഷഹനാസ്. അത് പാസ്പോർട്ടില്ലേ, നീ ഡ്രൈവിംഗ് ലൈസൻസിലും ബാങ്കിലും നീ പ്രിയ സജീഷല്ലേ, നീ പ്രിയ സജീഷായിട്ടാണല്ലോ ജീവിക്കുന്നതും. പ്രിയ സജീഷായിട്ടാണ് ജീവിക്കുന്നത് എന്നതിന് തെളിവെന്താ? അതിനുള്ള തെളിവാണ്. ഇപ്പോൾ ഷഹനാസ് ആയിട്ട് ജീവിക്കുന്ന വ്യക്തി എന്തിനാണ് പ്രിയ സജീഷ് എന്ന് മാറ്റിയത്? മാറ്റേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പ്രിയ സജീഷാണ്. ഷഹനാസ് എന്ന് നിലനിർത്തുന്നത് എന്തിനാ? അത് ഈ സ്വർണ്ണക്കടത്തും കുഴൽപ്പണത്തിൻ്റെ ഇടപാടുകൾക്കും വേണ്ടിയിട്ടാണ് പാസ്പോർട്ടിൽ മാത്രം ഷഹനാസ് എന്നുള്ളത് നിലനിർത്തിയത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഈ പറയുന്ന നമ്മളെ ഇൻ്റർനാഷണൽ കളിക്ക് വേണ്ടിയിട്ടാണ് ഷഹനാസ് എന്നുള്ള പേര് മാത്രം നിലനിർത്തിയത്. ബാക്കി എല്ലായിടത്തും പ്രിയ സജീഷ് തന്നെയാണ്. അപ്പോൾ ഈ SHOട് പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ വലിയ ചർച്ചയാവുന്നത്. ഞാൻ ഷഹനാസാണ്, എനിക്ക് അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാതെ നോമ്പ് കഴിയുന്നത് വരെ അറസ്റ്റ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമോ എന്നാണ് ഷഹനാസ് ചോദിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും മറുപടി SHO കൊടുത്തിട്ടുണ്ട്. ഇതിലെനിക്ക് പറയാനുള്ളത്, ഷഹനാസിന് അറസ്റ്റ്, കോടതി, ജയിൽ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നോമ്പ് വേണം,
അവിടെ ഷെഹനാസ് വേണം, അവിടെ ദീന് വേണം, അവിടെ നോമ്പിൻ്റെ മാസം വേണം, മാസം കഴിയുന്നത് വരെ നീട്ടണം, ഒക്കെ വേണം. പക്ഷേ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നോമ്പാണ്, അറസ്റ്റ് തടയാൻ പറ്റുമോ, അറസ്റ്റ് നീട്ടാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിന് നമ്മളൊരു കാര്യം പറയാറുണ്ട്, എന്താണ്? അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കും എന്ന് പറഞ്ഞാൽ കാര്യം നേടാൻ നോമ്പ് വേണം, കാര്യം നേടാൻ ഷെഹനാസ് വേണം. ഏതുപോലെ പാസ്പോർട്ടിൽ ഷെഹനാസ് നിലനിർത്തുന്നത് പോലെ. അതെന്തിനാ? അത് സ്വർണ്ണക്കടത്തിന്, കുഴൽപ്പണത്തിന്, ഹവാല ഇടപാടുകൾക്കൊക്കെയാണ് ആ പേര് അങ്ങനെ വെച്ചിരിക്കുന്നത്. കാരണം ഇൻ്റർനാഷണൽ കളികളാണല്ലോ, എസ്പെഷ്യലി ഈ ദുബൈ കേന്ദ്രീകരിച്ച കളികളായതുകൊണ്ട് അവിടെ ഈ പേര്, ഈ രാജ്യാന്തര ബന്ധങ്ങൾ അതിനൊക്കെ പിന്നില്ലേ. അപ്പോൾ അവിടെ ഷെഹനാസ് എന്നുള്ള പേര് പ്രത്യേകം നോട്ട് ചെയ്യപ്പെടുമെന്നുള്ളത് ഷെഹനാസിനറിയാം. അതുകൊണ്ടാണ് ആ പേര് പാസ്പോർട്ടിലും വിസയിലും ഒക്കെ ആ പേര് തന്നെ കീപ്പ് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതല്ലാതെ ഷെഹനാസ് എന്ന പേരിനോടോ അല്ലെങ്കിൽ ആ ഇസ്ലാമിനോടോ മുസ്ലിമിനോടോ വലിയ സ്നേഹമോ ഇതൊന്നും ഉണ്ടായിട്ടല്ല, ആദരവുണ്ടായിട്ടൊന്നുമല്ല. അതൊരു ടാക്റ്റിക്കൽ, പണത്തിന് വേണ്ടിയുള്ള കളികളാണ്. പക്ഷേ പ്രതിസന്ധികൾ വരുമ്പോൾ പണമുണ്ടാക്കാൻ ആ പേര് വേണമെന്നുള്ള ബോധ്യം ഷെഹനാസിനുണ്ട്. ഷെഹനാസിന് അതറിയാം. ആ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിയാണ്. ഷെഹനാസിനറിയാം പണമുണ്ടാക്കണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ കിട്ടണമെങ്കിൽ ഈ പേര് വേണമെന്നുള്ളത് ഷെഹനാസിന് നല്ല ബോധ്യമുണ്ട്.